على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുസ്ലിമിൻ്റെ, അതുമല്ലെങ്കിൽ ഒരു മുഅ്മിനിൻ്റെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അവന് ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചത്. ഒരു ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം നിർണയിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാറുള്ളത് ആ ലക്ഷ്യം വരിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കലാണ് ബുദ്ധിയുള്ള, ലക്ഷ്യം നേടാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുക. നമുക്കറിയാം, സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ യോഗ്യതകൾ നേടിയെടുക്കുന്നതിനോടൊപ്പം ആ സിവിൽ സർവീസിൽ കയറിക്കൂടിയ, ആ ലക്ഷ്യം നേടിയെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്നന്വേഷിക്കുകയും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും അവർ എന്തൊക്കെ രീതികളാണ് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സമീപിച്ചത് എന്നുമൊക്കെ കൃത്യമായ പഠനം നടത്തി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയിരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗം എന്ന് നിർണയിച്ചു വച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം
ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ജീവിത മാതൃക എന്തുണ്ട് എന്ന അന്വേഷണമാണ് വിശ്വാസികൾ നടത്തേണ്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചരന്മാർ, സ്വഹാബിമാർ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ തൻ്റെ അനുചരന്മാരോടൊത്ത് ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ അവരോടായി പറഞ്ഞു, യത്ലൂ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ ഈ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരും. ആ കടന്നു വരുന്ന ആൾ സ്വർഗത്തിന് അവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വഹാബിമാർ പള്ളിയുടെ കവാടത്തിലേക്ക് സാഗൂതം നോക്കിയിരുന്നു. അവിടേക്ക് അൻസ്വാരിയായ ഒരു സഹാബി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങളിലൂടെ വുളൂഇൻ്റെ വെള്ളം ഉറ്റു വീഴുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുകൾ അദ്ദേഹം ഇടം കൈയിൽ പിടിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം നമസ്കാരം നിർവഹിച്ചു പിരിഞ്ഞുപോയി. പിന്നെയും 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ചു. നിങ്ങളിലേക്ക് ഇപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരും എന്ന് പറഞ്ഞ ഈ 2 സന്ദർഭങ്ങളിലും അവിടേക്ക് കടന്നു വന്നത് അതേ അൻസാരിയായ സ്വഹാബിയായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വല്ലാത്ത ആശ്ചര്യമായി. അദ്ദേഹം അന്വേഷിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാൻ എന്ത് പ്രത്യേകതയാണ് ഇയാൾക്കുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയുടെ, അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും 3 ദിവസം അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു. എപ്പോഴും നിരീക്ഷിക്കും എന്ത് പ്രത്യേകതയാണ്, മറ്റുള്ളവർ ചെയ്യാത്ത എന്ത് കർമ്മമാണ് അധികമായി ഇദ്ദേഹം ചെയ്യുന്നത് എന്ന്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സുന്നത്ത് നോമ്പുള്ള ദിവസങ്ങളിൽ പകലിൽ നോമ്പുകാരനായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചും ഒക്കെ ജീവിതം സാധാരണഗതിയിൽ ഒരു സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സാധാരണഗതിയാണ് എന്നറിയില്ല. സാധാരണഗതിയിലാണ് ജീവിതം പോകുന്നത്. 3 ദിവസവും ഇത് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ 3-ാം ദിവസം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് ചോദിച്ചു, അല്ല, താങ്കളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, എന്തായിരിക്കും അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാഹുവ ഇല്ലാ മാ റഅയ്ത്, നിങ്ങൾ എന്നെ കണ്ടതെന്തോ, എന്നിൽ കണ്ടതെന്തോ അതാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രത്യേകത എനിക്കുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഒന്നുണ്ട്, ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ. എനിക്ക് മുസ്ലിങ്ങളിൽ ഒരാളോടും വൈരാഗ്യമില്ല. എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് ഒരാളോടും എനിക്ക് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവം എനിക്കില്ല. വലാ അഹ്സുദു അഹദൻ, ഒരാളോടും എനിക്ക് അസൂയയുമില്ല. അലാ ഖൈരിൻ അഅ്താഹുല്ലാഹു ഇയ്യാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു നന്മയെ ചൊല്ലി അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന ചിന്ത കൊണ്ട് എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു അസൂയ എനിക്കില്ല. ഒരു പക്ഷേ ഇതായിരിക്കും അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അതുതന്നെയായിരിക്കും അങ്ങയെ വ്യത്യസ്തനാക്കിയത് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, സ്വർഗം കരസ്ഥമാക്കാൻ പ്രാപ്തനാകുന്ന എന്തു ഗുണമാണ് ഈ മനുഷ്യനിൽ ഉള്ളത് എന്ന അന്വേഷണമാണ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഈ അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ നമുക്കും ചെയ്യാനുള്ളത് അതുതന്നെയാണ്. ആ സ്വർഗം നേടിയെടുക്കാൻ ഏതു മാർഗം സ്വീകരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കണം,
എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അന്വേഷണമായിരിക്കണം സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ടുന്നത്. അങ്ങനെ ഒരു മാതൃക നാം അന്വേഷിക്കുന്ന പക്ഷം നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വർത്തമാനത്തിലാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതുന്നതെന്തോ ആ ലക്ഷ്യം നേടിയെടുക്കും എന്ന് ഉറപ്പു നൽകിയ ചില ആളുകളെ എണ്ണി പറഞ്ഞു. 10ഓളം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അവരെയാണ് അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ നാം വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫിൽ ജന്ന, സഅദ് ഇബ്നു അബി വഖാസിൻ ഫിൽ ജന്ന, വസഈദ് ഇബ്നു സെയ്ദിൻ ഫിൽ ജന്ന, വഅബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹും ഫിൽ ജന്ന. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആളുകളെ എണ്ണി അങ്ങോട്ട് പറഞ്ഞു. സ്വർഗം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായ ആ 10 ആളുകൾ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇവർ എന്തുകൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല എങ്കിൽ ആ ഒരു പരിശോധനയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്താൻ പോകുന്നത്. ഈ 10 ആളുകൾ എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ അവകാശികളായത് എന്ന് അവരുടെ ജീവിതം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഇന്നും തുടർന്നുള്ള ആഴ്ചകളിലും ഈ 10 ആളുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 10 പേരെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത് അവരുടെ ചരിത്രം ആസ്വദിക്കാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് നമ്മുടെ പഠന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്വർഗം കൊണ്ട് റബ്ബ് വാഗ്ദാനം ചെയ്ത സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് ഇവർ. അവർ എന്തുകൊണ്ട് അതിന് അർഹരായി എന്ന പഠനമാണ് അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ പ്രഥമ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? നമ്മളിൽ എത്ര ആളുകൾക്കറിയാം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, തൈം ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ എന്നാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്. ചരിത്രം പരിശോധിക്കുന്നിടത്ത് കാണാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നുവെന്ന്. അബ്ദുൽ കഅബ, കഅബയുടെ അടിമ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പേര് തിരുത്തി അദ്ദേഹത്തെ അബ്ദുള്ള എന്ന് വിളിച്ചത് എന്നും ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അബൂബക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അറബികൾക്ക് അവരുടെ യഥാർത്ഥ പേരിനൊപ്പം 2 പേരുകൾ കൂടി ഉണ്ടാവും. ഒന്ന് കുനിയത്ത് എന്നും മറ്റൊന്ന് ലഖബ് എന്നുമാണ് പറയുക. കുനിയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളിലേക്കോ പിതാക്കന്മാരിലേക്കോ ചേർത്ത് പറയുന്ന പേരാണ്. ലഖബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് ചേർത്ത് കൊണ്ട് പറയുന്ന പേരുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നാണ്. പ്രവാചകന് കാസിം എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകനിലേക്ക് ചേർത്തിയാണ് പ്രവാചകനെ അബുൽ ഖാസിം എന്ന് വിളിച്ചിരുന്നത്. പ്രവാചകന്റെ കുനിയത്തതാണ്. എന്നാൽ പ്രവാചകന് ഒരു ലഖബുണ്ട്, അതാണ് അൽ അമീൻ എന്ന് പറയുന്നത്. പ്രവാചകന്റെ സ്വഭാവത്തിലേക്ക് ചേർത്തി പ്രവാചകനെ വിളിച്ചിരുന്ന ആ അൽ അമീൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ ലഖബാണ്. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറിനും ഒരു ലഖബുണ്ടായിരുന്നു.
അദ്ദേഹത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് അൽ അതീഖ് എന്നാണ്. അതീഖ് എന്ന് പറയുന്ന ഒരു ലഖബ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. മറ്റൊരു ലഖബാണ്, അപരനാമമാണ് നമുക്ക് പരിചിതമായ അസ്-സിദ്ദീഖ് എന്ന് പറയുന്നത്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം മക്കയിലെ അറിയപ്പെട്ട ഒരു തുണി വ്യാപാരിയായിരുന്നു എന്ന്, വസ്ത്ര വ്യാപാരിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദഅവത്തുമായി നുബൂവത്ത് സ്വീകരിച്ച് മക്കയിലേക്ക് പ്രബോധനവുമായി കടന്നു വരുന്നതിന് മുൻപും, അഥവാ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യപിക്കുകയോ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുകയോ അവർക്ക് ആരാധനകൾ അർപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മദ്യപിക്കുക എന്ന് പറയുന്നതും ഈ വീരാരാധനയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയും എല്ലാം ആ നാട്ടിലെ പൗരുഷത്തിൻ്റെ അടയാളമായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന്, അദ്ദേഹത്തിന് വേദങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്ന്, മതങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന്, കച്ചവട ആവശ്യാർത്ഥം സിറിയ അടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര പല മതങ്ങളെക്കുറിച്ചും അടുത്തറിയാനും മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമ്മൾ കൃത്യമായി ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സൗഹൃദം വെച്ച് പുലർത്തിയിരുന്നു. പ്രവാചകൻ നുബൂവത്തുമായി മക്കയിലേക്ക് വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറയുമ്പോഴേക്ക് യാതൊരു സംശയവുമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ താൻ റസൂലാണ് എന്ന് അബൂബക്കറിനോട് പറയുന്ന സമയത്ത് യാതൊരു സംശയവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരകനാകുവാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന് മുൻപുള്ള മതങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനിരിക്കുന്നുവെന്നും ആ പ്രവാചകന് ഇന്നതൊക്കെയാണ് ഗുണങ്ങൾ എന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേയേറെ ഭാഗങ്ങൾ നമുക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഒരു അസറിൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലൗ വസന ഈമാന അബീബക്കറിൻ ബി ഈമാനി അഹ്ലിൽ അർള് ലറജഹ ബിഹിം. അബൂബക്കറിൻ്റെ ഈമാനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും ലോകത്തുള്ള ആളുകളുടെ ഈമാനുമെല്ലാം രണ്ട് തട്ടുകളിലായി വെച്ചു കഴിഞ്ഞാൽ അബൂബക്കറിൻ്റെ ഈമാനിനായിരിക്കും കനം തൂങ്ങുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഈ പ്രസ്താവനയെ കൃത്യമായും ശരിവെക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. വിശ്വാസിയായതിനെ തുടർന്ന് പ്രബോധന രംഗത്ത് സജീവമായ അദ്ദേഹത്തിൻ്റെ ദഅവത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ 5 പ്രമുഖരായ ആളുകളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഅത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മുമ്പെണ്ണി പറഞ്ഞ 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 5 പേരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രബോധനം ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തതിന് പ്രകാരം ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. എത്രയായിരിക്കും അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിക്കുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പ്രബോധന രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 6 പേര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ
അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. അദ്ദേഹം കച്ചവടം ചെയ്യുകയും അതിൽ നല്ല രൂപത്തിൽ സമ്പാദിക്കുകയും ചെയ്തിരുന്ന ആളാണ്. എന്നാൽ ആ സമ്പത്ത് അദ്ദേഹം ഏതു മാർഗത്തിലാണ് ചിലവഴിച്ചത്? ആ സമ്പത്ത് കൃത്യമായി മുസ്ലിമായിട്ടുള്ള അടിമകളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ചിലവഴിച്ചു എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. 20ഓളം അടിമകളെയാണ് മുസ്ലിമുകളായ 20ഓളം അടിമകളെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത്. എന്നിട്ട് അവർക്ക് സ്വതന്ത്രമായി മുസ്ലിമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതിൽ പ്രമുഖനായ ഒരാളുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്. യാ അബൂബക്കർ ഇന്ന ബിലാലൻ യുഅദ്ദബു ഫില്ലാ. അബൂബക്കറെ, ബിലാല് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ, അത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ അടിമയായ ഉമയ്യയുടെ അടിമയായ ബിലാൽ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ നടന്നു ചെല്ലുന്നത് ഉമയ്യയുടെ അടുക്കലേക്കാണ്. ആ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഖുറൈശി പ്രമുഖരായ ആളുകൾ അവരുടെ അടിമകൾ വിശ്വാസികളാണ് എങ്കിൽ അവരെ ഖുറൈശി പ്രമുഖരുടെ മധ്യത്തിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കെ അവരിൽ പ്രമുഖനായ ഉമയ്യയുടെ അടിമയായ ബിലാൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിനെ വല്ലാതെ മുറിവേൽപ്പിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ മണലാരണ്യത്തിലെ ആ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കിടത്തിയിട്ട് ആ ബിലാലിൻ്റെ നെഞ്ചത്ത് വലിയ ഒരു പാറക്കല്ല് എടുത്തു വെച്ച് കെട്ടി അദ്ദേഹത്തിൻ്റെ കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അതിൽ കയർ വരിഞ്ഞു മുറുക്കി ആ മരുഭൂമിയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചിഴക്കുന്ന സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിൽ നിന്ന് ശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു ശബ്ദത്തിനും ഇടയില്ലാത്ത വിധം അദ്ദേഹം പീഡിപ്പിക്കപ്പെടുന്ന സമയത്തും അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ചോദിച്ച പണം നൽകിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്ന ദുർബലരായിട്ടുള്ള ഒരുപാട് ആളുകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുകയും അവർക്ക് ഇസ്ലാമിൻ്റെ പാതയിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസ്ഥ സാഹചര്യം സംജാതമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 40,000 ദിർഹം വിറ്റുവരവുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വ്യാപാരം മുസ്ലിമായി 13 വർഷങ്ങൾക്ക് ശേഷം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നത് 5000 ദിർഹമായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. മൂല്യധനത്തിൽ നിന്ന് കുറഞ്ഞതാണത്. കച്ചവടം അപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ ഖുഹാഫ അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് തൻ്റെ മകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഐ ബുനയ്യ അല്ലയോ മോനെ, നീ എന്തിനാണ് ഇങ്ങനെ ദുർബലരായിട്ടുള്ള ആളുകളെ മോചിപ്പിക്കുന്നത്? ദുർബലരായ, ആരും സഹായിക്കാനില്ലാത്ത, ഒന്നിനും കഴിയാത്ത ദുർബലരായ സ്ത്രീകളെയും പുരുഷന്മാരെയും നീ എന്തിനാണ് ഇങ്ങനെ മോചിപ്പിക്കുന്നത്? ഫലൗ അന്നക അഅതഖ്ത റിജാലൻ ജൽദൻ യഖൂമൂന മഅക വയംനഊനക വയദ്ഫഊന അൻക. അല്ല മോനെ, നീ മോചിപ്പിക്കുന്ന പക്ഷം നിന്റെ ധനം മുടക്കിയിട്ടാണല്ലോ ഇവരെയൊക്കെ മോചിപ്പിക്കുന്നത്. അങ്ങനെ നീ പണം കൊടുത്ത് മോചിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യമുള്ള, നിന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന, നിനക്ക് സഹായിയാകുന്ന, നിന്റെ മുന്നിൽ ഒരു പ്രതിരോധം തീർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിനക്ക് മോചിപ്പിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉപകാരപ്പെടുമല്ലോ അവരെ കൊണ്ട് എന്നാണ് വാപ്പ മകനോട് ചോദിക്കുന്നത്. ആലോചിക്കുമ്പോൾ ശരിയൊക്കെ തന്നെയാണ്. അടിമയെ എന്തായാലും മോചിപ്പിക്കുന്നു. കുറച്ച് ആരോഗ്യമുള്ള ആളുകളാകുമ്പോൾ അവർ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പീഡനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഏറ്റുവാങ്ങുന്ന സമയത്ത് മുന്നിൽ നിൽക്കാനും ഒരു പ്രതിരോധം തീർക്കാനുമൊക്കെ അവർ സഹായകമാകുമല്ലോ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അയ്യാ അബതി ഇന്നമാ ഉരീദു മാ ഇൻദല്ലാഹ്. ബാപ്പ, ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കാനുള്ളതാണ് എന്ന്.
അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉള്ള പ്രതിഫലം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. ധനം ചിലവാക്കുന്നിടത്ത് പോലും അത് മതത്തിൻ്റെ പേരിലാണ് എങ്കിൽ പോലും അത് ചിലവാക്കുന്ന സമയത്ത് ഭൗതികമായ താല്പര്യങ്ങൾ അറിയപ്പെടാനും ജനങ്ങൾക്കിടയിൽ ആളാകാനും അല്ലെങ്കിൽ താൻ പണം കൊടുത്ത് സഹായിച്ച ആളുകൾ തനിക്ക് ഭൗതിക ലോകത്ത് സഹായിയായി ഉണ്ടാവണം എന്നുമൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ധനം വിനിയോഗിക്കുന്നത് എങ്കിൽ അങ്ങനെ വിനിയോഗിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ലക്ഷ്യം വെക്കുന്നത് അതേ സ്വർഗമാണ് എങ്കിൽ ആ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ധനം ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, അതിനപ്പുറത്തേക്ക് ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾ എനിക്കില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. മുഫസ്സിറുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ സംഭവം നടന്നതിനെ തുടർന്നാണ് വിശുദ്ധ ഖുർആനിലെ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിലെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ അവതരിച്ചത് എന്ന്. അപ്പോൾ ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുകയും ആ നൽകുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരോ, വസദ്ദഖ ബിൽ ഹുസ്ന, സത്യം പറയുകയും നന്മയുടെ മാർഗത്തിലായിരിക്കുകയും ചെയ്യുന്നവനാരോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അവന് എളുപ്പത്തിലേക്കുള്ള മാർഗം അള്ളാഹു ഒരുക്കി കൊടുക്കും എന്നാണ്. ഏറ്റവും വലിയ എളുപ്പം എന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്ദർഭവുമായി മുഫസ്സിറുകൾ ചേർത്ത് വെച്ച് വായിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അത് കേട്ട് മനസ്സിലാക്കിയവൻ അത് ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം അത് അറിയിച്ചു കൊടുത്തവനുണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക മാത്രമല്ല, ആ അറിയിച്ചു കൊടുത്ത ആളുകൾ വിശ്വാസികളായി പ്രവർത്തന രംഗത്ത് സജീവമായി അവർ അതിൽ 5 ആളുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നതിന് തുല്യമായതോ അതിനിരട്ടിയായതോ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എത്രയോ ഇരട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടില്ലേ? പിന്നെങ്ങനെയാണ് ആ തട്ട് താഴ്ന്നിരിക്കാതിരിക്കുക? പിന്നെങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ തട്ട്, കർമ്മങ്ങളുടെ തട്ട് താഴത്തേക്കല്ലാതെ 1 ഇഞ്ച് മുകളിലേക്ക് എപ്പോഴാണ് വരിക? അതിന് കഴിയില്ലല്ലോ. മാത്രമല്ല, ഈ കാണുന്ന അടിമകളെ എല്ലാം മോചിപ്പിച്ച് അവർക്കെല്ലാം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത അദ്ദേഹത്തിന് അവർ ചെയ്യുന്നത് പോലെ അതിന് ഇരട്ടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്ന് പറയുന്നത് നമ്മൾ നൽകുകയും അതിൽ സൂക്ഷ്മത പുലർത്തുകയും വേണം എന്നുള്ളതാണ്. നമ്മൾ നൽകുന്നിടത്ത് സജീവമാവുകയും അതിൽ ഭൗതിക താല്പര്യങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ വെറുതെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകും എന്ന തിരിച്ചറിവുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സ്വഹാബിമാരോട് ചോദിച്ചു, മൻ അസ്ബഹ അൽ യൗമ സ്വാഇമൻ, ഇന്നേ ദിവസം നോമ്പുകാരനായവൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഫഖാല അബൂബക്കർ അന. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ. നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മറുപടി പറഞ്ഞത്, ഞാനുണ്ട്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നേ ദിവസം ഒരു മയ്യത്തിനെ പിന്തുടർന്ന
ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഖാല അബൂബക്കർ അന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനുണ്ട് എന്ന്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് ദരിദ്രനായ ഒരാൾക്ക് അന്നം കൊടുത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോഴും ഖാല അബൂബക്കർ അന, അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അവിടെയും ഞാനുണ്ട് എന്ന്. പിന്നീട് പ്രവാചകൻ ചോദിച്ചു ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളൻ, ഇന്നേ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചവൻ ആരാ ഉള്ളത്? ഫഖാല അബൂബക്കർ അന, അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, മജ്തമഅന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇത്രയും ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കെ അവൻ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി, ഇതൊന്നും ചോദിക്കണ്ട. ഇന്ന് സുബഹി നമസ്കരിച്ച എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ, മനസ്സിലൊന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഫർളുകളെക്കുറിച്ച്, നിർബന്ധമായ നമസ്കാരങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. എത്ര ആളുകൾ ഉണ്ടാകും എന്ന് നമ്മളെയാണ് ബോധ്യപ്പെടുത്തേണ്ടുന്നത്. കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെയും നമുക്ക് മുൻഗാമികളായി നമ്മൾ മാതൃകകളായി സ്വീകരിക്കേണ്ടവരുടെയും ലക്ഷ്യമൊന്നു തന്നെയാണ്. പക്ഷേ ആ രംഗത്തുള്ള നമ്മുടെ പരിശ്രമങ്ങൾ രണ്ട് ഭാഗത്താണ് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. അവിടെയാണ് നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടുന്നത്. അങ്ങനെ തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബിമാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ കവാടങ്ങളും ആ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ സ്വഭാവ മഹിമകളും പ്രത്യേകതകളുമൊക്കെ പ്രവാചകൻ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ സഫിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ എല്ലാ വാതിലിലും കൂടി കയറാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ എല്ലാ വാതിലിലും നമുക്കറിയാം നോമ്പുകാരന് റയ്യാനുണ്ട്. അങ്ങനെ പല കവാടങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന, അതിലൂടെ പ്രവേശനം സാധ്യമാകുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത യാ അബൂബക്കർ, നിനക്ക് കഴിയും അബൂബക്കറേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്വർഗത്തിലെ എല്ലാ വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുമെന്ന്, ഈ വാതിലിലൂടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞ്. കാരണം എന്താണെന്നറിയോ? എല്ലാ നന്മകളുടെയും ഒന്നാമത്തെ സഫിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നു. നമ്മളോ എല്ലാ തിന്മകളുടെയും ഒന്നാമത്തെ സഫിൽ നമ്മളാണ്. എല്ലാ വേണ്ടാത്തരത്തിൻ്റെയും തിന്മകളുടെയും ഒന്നാമത്തെ സഫിൽ നമ്മളാണ്. പത്രം എടുത്ത് പരിശോധിച്ച് നോക്കും നിങ്ങൾ. അവിടെയൊക്കെ കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് എന്ന് പേരില്ലാത്ത ആളുകളില്ല. ഈ ഏറ്റവും അടുത്ത് ഇവിടെ നിന്ന് ATM തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ പോലും ഈ പേരുകളാണ് നമ്മൾ കാണുന്നത്. ഇത് കേവല പേരുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുക മാത്രമാണ് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മകളുടെയും ഒന്നാമത്തെ സഫിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അതിൽ 2ലോ 3ലോ എങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതില്ല എങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും തിരുത്താനും ഇത്തരത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് സാധ്യമാകണം. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 100-ാമത്തെ വചനം, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യമാദ്യം ഈ മാർഗത്തിൽ മുൻകടന്നു വന്നിട്ടുള്ളവരായ ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, നന്മയിൽ അവരെ പിന്തുടരുകയും ചെയ്തവരായിട്ടുള്ള ആളുകൾ, റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു തൃപ്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ മുൻകടന്ന ആളുകളുടെ ജീവിതം പഠിച്ച് ആ ജീവിതം നമ്മുടെ ജീവിതമാക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്ത് റളിയല്ലാഹു അൻഹും, നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്ന് നമ്മൾ തിരിച്ചറിയണം. വറദു അൻ,
അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അങ്ങനെ തൃപ്തിപ്പെട്ടത് കൊണ്ട്, അങ്ങനെ ജീവിതം സാധ്യമാക്കിയത് കൊണ്ട് അവർക്ക് എന്താണ് ലഭിച്ചത്? വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. അവർക്കാണ് താഴ്വാരങ്ങളിലൂടെ നദികളൊഴുകുന്ന സ്വർഗം റബ്ബ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ്. നമ്മളെന്താ ലക്ഷ്യം നിർണയിച്ചത്? സ്വർഗമാണ്. ഏതാ മാർഗം സ്വീകരിക്കേണ്ടുന്നത്? നമുക്ക് മുന്നേ കടന്നുപോയ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മാർഗമാണ്. അവരിൽ നന്മയോടുകൂടി നന്മകളെ പിന്തുടരാനാണ് ശ്രമിക്കേണ്ടുന്നത്. അതിനു വേണ്ടിയാണ് അവർ എങ്ങനെയാണ് സ്വർഗത്തിന് അവകാശികളായി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായി തീർന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനാവണം ഈ പഠനം. കേവലം ചരിത്രം കേട്ട് ആസ്വദിക്കാനാവരുത് എന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ സൂചിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നേ നന്മയിൽ കടന്നുപോയി സ്വന്തം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കുന്ന മനസ്സിൻ്റെ ഉടമകളാക്കി അതിന് പ്രയത്നിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ചകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പല രാജ്യങ്ങളിൽ, ഫലസ്തീനിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെയായി അതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു അവർക്കെല്ലാം ക്ഷമയും സഹനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.